Hi viewers, I am Salam. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഗ്രാമർ കൂടി ഉൾപ്പെടുത്തിയ പുതിയ വീഡിയോ പരമ്പരയായ ഗ്രാസ്പ്, അതായത് ഗ്രാമർ പ്ലസ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 1ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അവളെ വിശ്വസിക്കാൻ പാടില്ല. നീ അത് ചെയ്യാൻ പാടില്ല. നീ അത് മുഴുവനും കുടിക്കാൻ പാടില്ലായിരുന്നു. അവൾ തനിയെ അവിടെ പോകാൻ പാടില്ലായിരുന്നു. അവർ ഇവിടെ വരാൻ പാടില്ല. അവൾ അത് ആവർത്തിക്കാൻ പാടില്ല. നീ അവിടെ പോകാൻ പാടില്ല. ഇതുപോലെ നിരവധി വാചകങ്ങൾ നമുക്ക് നിത്യജീവിതത്തിൽ പറയേണ്ടതായോ കേൾക്കേണ്ടതായോ വരാം. എന്തെങ്കിലും ഒന്ന് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്നുള്ള നിരോധനത്തിൻ്റെ ആശയം കിട്ടാൻ ചേർക്കുന്ന ഒരു വാക്കാണ് മസ്റ്റിൻ്റ്. ഉദാഹരണത്തിന്, അവളെ വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പറയാം? ഷീ മസ്റ്റിൻ ടു ബി ട്രസ്റ്റഡ്. അപ്പോൾ നമ്മളവിടെ മസ്റ്റിൻ്റെ ചേർത്താണ് ആ വാചകം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഷീ മസ്റ്റിൻ ടു ബി ട്രസ്റ്റഡ്. അവളെ വിശ്വസിക്കാൻ പാടില്ല. സാധാരണ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഡോണ്ട് ട്രസ്റ്റ് ഹർ എന്ന് പറയാറുണ്ട്, അല്ലേ? അത് തെറ്റൊന്നുമല്ല, പക്ഷേ കൂടുതൽ ഉചിതം എങ്ങനെ പറയുന്നതാണ്? ഷീ മസ്റ്റിൻ ടു ബി ട്രസ്റ്റഡ് എന്ന് പറയുന്നതാണ്. ഇതേ വാചകത്തെ നമുക്ക് മസ്റ്റിന് പകരം ഈസിൻ്റ് ചേർത്ത് പറയാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഷീ ഈസ് ടു ബി ട്രസ്റ്റഡ്. എങ്ങനെയാണ്? ഷീ ഈസ് നോട്ട് ടു ബി ട്രസ്റ്റഡ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഷീ ഈസ് ടു ബി ട്രസ്റ്റഡ്. അവനെ വിശ്വസിക്കരുത്. അവനെ വിശ്വസിക്കരുത്. ഹീ മസ്റ്റിൻ ടു ബി ട്രസ്റ്റഡ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഹീ ഈസ് ടു ബി ട്രസ്റ്റഡ്. എങ്ങനെയാണ്? ഹീ ഈസ് ടു ബി ട്രസ്റ്റഡ്. അവനെ വിശ്വസിക്കരുത്. ഇനി അവരെ വിശ്വസിക്കരുത് എന്നാണ് പറയണമെങ്കിലോ, ദേ മസ്റ്റിൻ ടു ബി ട്രസ്റ്റഡ്. എങ്ങനെയാണ്? ദേ മസ്റ്റിൻ ടു ബി ട്രസ്റ്റഡ്. അല്ലെങ്കിൽ ദേ ആർ ടു ബി ട്രസ്റ്റഡ് എന്നും പറയാം. നീ അത് ചെയ്യാൻ പാടില്ല. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? നമ്മൾ നേരത്തെ അവളെ വിശ്വസിക്കാൻ പാടില്ല, അവനെ വിശ്വസിക്കാൻ പാടില്ല, അവരെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നീ എന്നുള്ളതിന് യു, ചെയ്യാൻ പാടില്ല, മസ്റ്റിൻ്റ് ഡു ഇറ്റ്. എങ്ങനെയാണ്? യു മസ്റ്റിൻ്റ് ഡു ഇറ്റ്. അല്ലെങ്കിൽ എങ്ങനെ പറയണം? യു ഷുഡിൻ്റ് ഡു ഇറ്റ് എന്നും പറയാം. യു ഷുഡിൻ്റ് ഡു ഇറ്റ്. അതുമല്ലെങ്കിൽ ഇങ്ങനെ പറയാം, യു ഓട്ടിൻ്റ് ടു ഡു ഇറ്റ്. എങ്ങനെയാണ് പറയേണ്ടത്? യു ഓട്ടിൻ്റ് ടു ഡു ഇറ്റ്. ഇത് 3 രീതിയിൽ പറഞ്ഞാലും നമുക്ക് ഏതിന് ഇംഗ്ലീഷാകുന്നു? നീ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാകുന്നു. നീ അത് മുഴുവൻ കുടിക്കാൻ പാടില്ലായിരുന്നു. നീ അത് മുഴുവൻ കുടിക്കാൻ പാടില്ലായിരുന്നു. പാസ്റ്റ് ടെൻസിലെ ഒരു വാചകമാണ്. അവിടെ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്, യു വെയറിൻ്റ് ടു ഡ്രിങ്ക് ഓൾ ദാറ്റ്. എങ്ങനെയാണ്? യു വെയറിൻ്റ് ടു ഡ്രിങ്ക് ഓൾ ദാറ്റ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പ്രസൻറ്റ് ടെൻസിലെയും ഫ്യൂച്ചർ ടെൻസിലെയും കാര്യങ്ങൾ പറയുമ്പോൾ മസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈസിൻ്റ് ടു, അതുമല്ലെങ്കിൽ ആറിൻ്റ് ടു, അത് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈസിൻ്റ് ടു ചേർക്കണോ ആറിൻ്റ് ടു ചേർക്കണോ എന്നുള്ളത്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ അവിടെ വാസിൻ്റ് ടു എന്നോ വെയറിൻ്റ് ടു എന്നോ ചേർക്കണം. മറ്റൊരു സെൻറ്റൻസ് നോക്കൂ. അവൾ തനിയെ അവിടെ പോകാൻ പാടില്ലായിരുന്നു. അവൾ തനിയെ അവിടെ പോകാൻ പാടില്ലായിരുന്നു. ഇത് ഭൂതകാലത്തിലെ ഒരു സെൻറ്റൻസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്? പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ നമ്മൾ ചേർക്കുന്നത് മസ്റ്റിൻ്റ് അല്ലെങ്കിൽ ഈസിൻ്റ് ടു, അതല്ലെങ്കിൽ ആറിൻ്റ് ടു. അത് ഈസിൻ്റ് ടു ആറിൻ്റ് ടു ചേർക്കുന്നത് അതിലെ സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. ഇനി പാസ്റ്റ് ടെൻസ്, അതായത് ഭൂതകാലത്തിലെ സംഭവങ്ങൾ പറയുമ്പോൾ വാസൻ്റ് ടു അല്ലെങ്കിൽ വെയറിൻ്റ് ടു ആണ് ചേർക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഷീ വാസൻ്റ് ടു ഗോ ദെയർ എലോൺ എന്നാകുന്നു. അവർ ഇവിടെ വരാൻ പാടില്ല.
അവർ ഇവിടെ വരാൻ പാടില്ല. അത് പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ഉള്ള കാര്യമാകാം. അപ്പോൾ നമുക്ക് സംശയമൊന്നുമില്ല, ഒന്നുകിൽ മസിൻ്റ് അതല്ലെങ്കിൽ ഈസിൻ്റ് ടു അല്ലെങ്കിൽ ആറിൻ്റ് ടു ആണ് ചേർക്കേണ്ടത്. അത് സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ അവർ എന്ന പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദേ മസിൻ്റ് കം ഹിയർ, അതല്ലെങ്കിൽ ദേ ആറിൻ്റ് ടു കം ഹിയർ എന്നാണ് പറയേണ്ടത്. എന്തെങ്കിലും ഒന്ന് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള നിരോധനത്തിൻ്റെ ആശയം കിട്ടാൻ ഉപയോഗിക്കുന്ന മസിൻ്റ്, ഈസിൻ്റ് ടു, ആറിൻ്റ് ടു, ഷുഡിൻ്റ്, ഓughtn't ടു, വാസൻ്റ് ടു, വെയറിൻ്റ് ടു എന്നീ വാക്കുകൾ ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. ഇതിൽ എത്ര പേർ ഇക്കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തു, എത്ര പേർ ഗ്രാസ്പ് ചെയ്തില്ല എന്നറിയാനായി നിങ്ങൾക്കിതാ ഒരു ടാസ്ക്. ഹിയർ ഈസ് ആൻ എക്സസൈസ് ഫോർ യു. Try to do it alone. I am sure you can do it very well. Thanks for watching.